എന്നിട്ട് ഫോൺ എവിടെ? ഇതാരാ റിക്വസ്റ്റ് ബി ഇൻ മൈ ലൈവ് വീഡിയോ? ജോ ഹായ് ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് പോകുന്നത്. സോ ഐ എം വെരി ഓക്വേർഡ്. പണ്ടൊക്കെ ആരൊക്കെ എൻ്റെ അടുത്ത് ലൈവ് പോകാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഐ എം ജസ്റ്റ് ടു ഷൈ. ഐ എം ഫൈൻ. ആരെങ്കിലും യു ഗൈസ് ക്യാൻ ആസ്ക് മീ സം ക്വസ്റ്റ്യൻ ഇഫ് യു വോണ്ട് ടു, ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ചിരിക്കത്തേ ഉള്ളൂ. എൻ്റെ 2 ജൂനിയേഴ്സൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്നു. കണ്ണോട് കണ്ടപ്പോൾ പാട്ടിന്റെ ലിറിക്സ് ഒക്കെ ഇട്ടേക്കുന്നത്. ഹായ് ഹൻസു ഫ്രം തമിഴ്നാട്. ഇനി ശീലമായിക്കോളും എന്നൊക്കെ. ഹെയർ അടിപൊളിയായിട്ടുള്ള കളിയാക്കുക. സീ ഹെയർ ഇസ് റിയലി ഡ്രൈ നൗ. മുടി കെട്ടി വെച്ചു ബിക്കോസ് ഇറ്റ് വാസ് വെരി ഫ്രിസി. പൊട്ട് തൊട്ടില്ലല്ലോ? ഇല്ല, അത് ഞാൻ ഈ ഓവർ സൈസ് ഡ്രസ് ഇട്ടേക്കുന്നുണ്ട്. സോ വാട്ട്സ് ദ ലിപ്സ്റ്റിക് ഷെയ്ഡ്? സോ ഇറ്റ് ഇസ് കെ ബ്യൂട്ടിയുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള. സോ ഞാൻ അമ്മ ഉപയോഗിച്ചിട്ട് എനിക്കത് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുക. ഇറ്റ്സ് വെരി നൈസ്. സീ, അല്ല ഇത് ഞാൻ ഓൾറെഡി ഇട്ടോണ്ട് ഇത്രയൊക്കെ. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. ഇറ്റ്സ് വെരി നൈസ്. എല്ലാ ഡ്രസ് ഷെയ്ഡിൻ്റെ കൂടെ ചേരും. ടാൻ റിമൂവൽ പ്ലീസ്. സോ ബേസിക്കലി എനിക്ക് ടാൻ ആയാൽ ഒട്ടും ടാൻ മാറാത്തൊരു ടൈപ്പ് പേഴ്സണാണ് ഞാൻ. ബട്ട് ഐ തിങ്ക് വൺ ഓഫ് ദ റെസിപ്പീസ് എൻ്റെ ഫ്രണ്ട് സെഡ് ദാറ്റ് ഈസ് റൈസ് ഫ്ലവർ ആൻഡ് ടൊമാറ്റോ ജ്യൂസ്. അതെല്ലാ സ്കിന്നിനും പറ്റുന്നതാണെന്ന് അറിയത്തില്ല. എൻ്റെ സ്കിന്നിന് അലർജി ഒന്നും വന്നില്ല. ഇറ്റ് ഡിഡ് വർക്ക് എ ബിറ്റ്. കുറച്ച് വർക്കായി. മതി ഇട്ടതെന്ന കാര്യം പറഞ്ഞു. ലിപ്സ്റ്റിക് ഇട്ട് മതി. ഞാൻ ഇട്ടില്ല, ഇപ്പൊ ഇടുവല്ല. എന്തിനാ ചിരിക്കുന്നേ? എന്താ ചിരിച്ചൂടെ? How was baby shower of Ozzy? It was very nice. കിഡിലും പരിപാടിയായിരുന്നു. ഓസി സോ ഫണ്ണി. നമ്മളെല്ലാവരും സിസ്റ്റേഴ്സൊക്കെ കൂടുമ്പോൾ ഇറ്റ്സ് ഇസ് വെരി ഫണ്ണി. എ വെരി ഫണ്ണി ടീം ഓഫ് പീപ്പിളാണ് നമ്മളെല്ലാവരും. സോ അടുത്തുള്ളതാരാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ചേച്ചേ? എന്റെ അടുത്തൊരാളിപ്പോ ഉണ്ട്. അത് ആരാന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഓസി ഈസ് ഡൂയിങ് ഗുഡ്. ഇപ്പൊ ഞാൻ പറയായിരുന്നു, മനസ്സിലായില്ലെന്ന് വെച്ചാൽ അവിടെ എന്റെ സ്ക്രീൻ ഇപ്പൊ സ്റ്റക്ക് ആയി കാണും. ലൈക്ക് എന്നൊക്കെ ആയി കാണുമേ. യെസ്, മൈ ഫേവറേറ്റ് ടൈപ്പ് ഔട്ട്ഫിറ്റ്, ലൈക്ക് ഇൻ വിച്ച് ഐ എം വെരി കംഫർട്ടബിൾ ഇൻ. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആരും റെസ്പോണ്ട് ചെയ്തില്ല. ഗൈസ്, എന്റെ സൈഡിൽ ഒരാളിപ്പോ ഇവിടെ ഉണ്ട്. അത് ആരാന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം. സ്റ്റക്കായി കേട്ടോ, സ്റ്റക്കായി. പുതിയത് വന്ന സ്റ്റക്കായി. ഈ ആൾക്കാരൊക്കെ വന്ന ആൾക്കാരൊക്കെ പോകുന്നു. ഐ ഡോണ്ട് ഈവൻ നോ ഹൗ എ ലൈവ് വർക്ക്സ്. എനിക്ക് സ്റ്റക്കായ When are your exams going to start? My exam started yesterday. Yeah. ഇത് ഫിൽറ്റർ വല്ലിട്ടേക്ക് ഫിൽറ്റർ ഓണായി കിടക്കുന്നത്. ഇപ്പൊ അതല്ലേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്ന നല്ല ഭംഗി. അയ്യോ തുണി. ഓ അയ്യോ, ഏത് ഫിൽറ്ററിന് തന്നെ സ്റ്റക്ക് ഫുൾ സ്റ്റക്ക് തന്നെ. എന്റെ അടുത്ത് ആരാ ഇരിക്കണെന്ന്? ഇഷാനി, അഹാന, നൈന. അഹാന ഫിൽറ്റർ ഇല്ലാതെ ഇരിക്കാം, കുഴപ്പമില്ല. ഫിൽറ്റർ കുറച്ച് എന്റെ അഹാനയാണോ എന്ന് കുറെ പേര് ചോദിക്കുന്നു. അഹാനയാണോ? അഹാന അല്ല.
ജിസയല്ല ജിസ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. ഞാൻ ഷാനി ചേച്ചി അല്ല. ചായ കുടിച്ചോ? ഇല്ല, ചായ കുടിക്കണം. എന്റെ മുഖമൊക്കെ കണ്ട എന്തെങ്കിലും വിഷമം വല്ലതും തോന്നിക്കണോ? എന്റെ Q&Aയിൽ എവറിബഡി ഈസ് ആസ്കിങ് മീ വൈ ഡു ഐ ലുക്ക് സോ സാഡ്. ഐ മീൻ സാഡ് ആവാൻ ശ്രമിച്ചൊന്നുമല്ല. ഐ വാസ് ട്രൈങ് ടു ബി മൈ ഹാപ്പി സെൽഫ് പോലെ. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് മാത്രമേ പറ്റൂ. നമ്മളിനി മേക്കപ്പ് ഒന്നും ഇടില്ല. അല്ലെങ്കിൽ ഇറ്റ് വാസ് ഓൺലി ഫോർ ലൈക്ക് എന്നെ ഇവന്റ്സിന് വേണ്ടി മാത്രമേ മേക്കപ്പ് ഇടും. ബിക്കോസ് അടുത്തുള്ള ആൾക്കാർ എന്നെ പറയണു മേക്കപ്പ് ഇടുന്ന അത്ര നല്ലതല്ല. യു ലുക്ക് ബെറ്റർ വിത്ത് മേക്കപ്പ്. കോളേജിൽ പോകുമ്പോൾ ഐ ഓൺലി പുട്ട് ലിപ്സ്റ്റിക്. മേക്കപ്പ് അല്ലാതെ വേറെ ഒന്നും എടുക്കില്ല. ലിപ്സ്റ്റിക് ഇറ്റ് സെൽഫ് ഇസ് എ മേക്കപ്പ്. ലിപ്സ്റ്റിക്കും ഇടുന്നത് വേണമെങ്കിൽ ഐ ക്യാൻ സ്റ്റോപ്പ്. പക്ഷെ ഐ ലുക്ക് എ ബിറ്റ് സിക്ക് വിത്തൗട്ട് പുട്ടിങ് ലിപ്സ്റ്റിക്. നോ യു ലുക്ക് സോ ഗോർജിയസ്. താങ്ക് യു. അഹാനെ അല്ല. വാ വാ. ഞാൻ നന്നു എന്നറിയാതെ പറഞ്ഞല്ലേ. ഇത്രയും ഒരു നല്ലൊരു കുട്ടീനെ എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയതിൽ തന്നെ ഐ എം ജസ്റ്റ് വെരി ഗ്ലാഡ്. ബിക്കോസ് ഈസ് എ വെരി നൈസ് ഗേൾ. നമ്മളൊരു നല്ല പെൺകുട്ടി എന്ന് പറയുന്നതിന്റെ എക്സാമ്പിളാണ് നന്നു. നന്നു ഇസ് വെരി ടാലന്റഡ്. എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 1.5 വർഷം. പക്ഷെ നന്നു കിഡിലായിട്ട് വണ്ടി ഓടിക്കും. നന്നുവിന്റെ അമ്മേനൊക്കെ അവിടെ ഇവിടേക്ക് കൊണ്ടൊക്കെ വിടും. എന്നാൽ എന്റെ അമ്മ ചോദിക്കുമ്പോൾ ഞാൻ പറയാം, അമ്മ വണ്ടി ഓടിക്കാൻ എനിക്ക് ഇപ്പൊ വലിയ താല്പര്യമില്ല. ഐ മീൻ അപ്പോ നന്നു ഇസ് എ വെരി നൈസ് ഗേൾ ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇതിപ്പോ നന്നുന്റെ വീട്, എന്റെ വീടല്ല. എന്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ലൈവ് പോകാൻ പോലും ഒരു അവസരം കിട്ടില്ല. കാരണം ബാക്കിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കയറി വരും. ഫുൾ മേക്കപ്പ് ആണേ. ഇത് മേക്കപ്പ് അല്ല മുത്തേ, ഇത് മേക്കപ്പ് അല്ല. സീ, ഇവിടെ ഒന്നും ഒരു മേക്കപ്പും ഇല്ല. ഇത് മേക്കപ്പാണ്, ലിപ്സ്റ്റിക്കാ. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഐലൈനർ പോലും വരച്ചിട്ടില്ല. അതിനുള്ളൊരു മൂഡിലല്ലായിരുന്നു ഞാൻ. Are you RCB fan? Yes, of course. ഞാൻ പണ്ട് തൊട്ടേ when I was like 5 or 6 I was the biggest fan of AB de Villiers. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിൽറ്റർ ഒഴിവാക്ക് ചേട്ടാ. ഞാൻ ഫിൽറ്റർ ഉപയോഗിക്കുന്നില്ല. അല്ല ചേച്ചി, സോറി, ഞാൻ ഫിൽറ്റർ ഉപയോഗിക്കുവല്ല. ഞാൻ വേണമെങ്കിൽ ഫിൽറ്റർ ഇട്ട് കാണിച്ചാൽ 3, 2, 1 നമുക്ക് ഫിൽറ്റർ ഇടാനല്ലേ. ഓക്കെ, നെറ്റ് എന്റെ മൊബൈൽ ഡേറ്റ ഇറ്റ്സ് വെരി അമേസിങ്. 2 കുറ്റിയുണ്ട് മൊബൈൽ ഡേറ്റയില്. ഇതാണ് ഫിൽറ്റർ ഇട്ട ഞാൻ. വേറെ ഫിൽറ്ററും കൂടി ഇടാം. ഓക്കെ, ഇത് ഫിൽറ്റർ. ഐ യൂസ് ഫിൽറ്റേഴ്സ്. എന്റെ വേറെ വീഡിയോസിനൊക്കെ ഉണ്ട്. പക്ഷെ നൗ കറന്റ്ലി ദിസ് ഇസ് നോ ഫിൽറ്റർ. ഞാൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ല. ഇത് വെയിലത്തൊക്കെ വന്നിരിക്കുക, അതുകൊണ്ട്. ഷാനി എവിടെ? ഇന്ത്യയിലാണ്. ഓഫ്കോഴ്സ് ഇന്ത്യയിലാണ്. ഐ മീൻ ആണ്. നമ്മൾ ജിഷ വീഡിയോ ജോയിൻ ചെയ്തു. നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. സോ ഹാപ്പി. വേറെ ഷിൻചാൻ ഇവിടെ അടുത്ത എവിടെയെങ്കിലും കാണുമല്ലേ? എനിക്കറിയില്ല. ഗൂഫി ഹൻസു, can I get a hi? ഹായ് ഗൂഫി ഹൻസു. ഷാനി എവിടെ? എല്ലാരും ഇഷാനിനെയാണല്ലോ ചോദിക്കുന്നത്. ഇഷാനി വീട്ടിലുണ്ട്. വീട്ടിലുണ്ട്. ഹലോ ആന്റി, ഒരു ഹായ് പറയാം. ഹായ് അങ്കിൾ. ബ്ലഷ് ഉണ്ട്. ആക്ച്വലി ഞാൻ ബ്ലഷ് ഇട്ടോ. ഞാൻ തുള്ളി എന്തോ ഇട്ടു. പക്ഷെ നേരത്തെ മേക്കപ്പ് ഇല്ല എന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴത്തേക്ക് ബ്ലഷ് പോയി. ഇപ്പോൾ ബ്ലഷ് ഇല്ല. ഞാൻ ബ്ലഷ് ഇട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ ലിപ്സ്റ്റിക്കിന് തന്നെ എടുത്തിട്ട് കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് അവിടെ ഇങ്ങനെ ബ്ലഷ് ഇടും. ഇങ്ങനെ ഇട്ടിട്ട് ബ്ലഷ് ആകും. ഇപ്പൊ ബ്ലഷ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത്ര നേരം ഇല്ലായിരുന്നു. പക്ഷെ പണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കുറെ ബ്ലഷ് ഇടും. അപ്പൊ ഞാൻ ചുക്കിയെ പോലെ ഇരിക്കുവായിരുന്നു. പിന്നെ വാട്ട് ഇസ് സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി? അങ്ങനെയൊന്നുമില്ല. കുറച്ച് നമ്മള് ഹാർഷായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹാർഷായിട്ട് ട്രീറ്റ് ചെയ്യല്ലോ. ജസ്റ്റ് കുറെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം. എനിക്ക് ഭയങ്കര ഫ്രൂട്ട് ഇഷ്ടം. ഇവിടെ തന്നെ നന്നുവിന്റെ വീട്ടിൽ നിന്ന് നന്നുവിന്റെ വീട്ടിൽ നിന്ന് വെട്ടി തന്ന മാങ്ങയാണ്. ഐ ലവ് മാംഗോ. ഐ ലവ് ഫ്രൂട്ട്സ്. എന്റെ വീട്ടിലാണ്, നന്നുവിന്റെ വീട്ടിലാണ്. സുഖമല്ലേ? സുഖമാണ്. എനിക്ക് ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന് 3 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് പോയി എഴുതിയത്. 3 മണിക്കൂർ എക്സാമിന് എഴുതി. ഇറ്റ് വാസ് മൈ റീഡിങ്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പർ. ഇറ്റ് വാസ് എ ബുക്ക്ലെറ്റിൽ നോക്കുമ്പോൾ ഐ റോട്ട് 30 pages. പക്ഷെ ഐ വാസൻ റിയലി സാറ്റിസ്ഫൈഡ്. എനിക്ക് അറിയാമെന്നുള്ള എല്ലാം എഴുതി. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് കിട്ടുമോ ഇല്ലേ നമുക്കറിയില്ല. ടീച്ചേഴ്സ് നമ്മുടെ ആൻസർ സാറ്റിസ്ഫൈഡ് ആവോ ഇല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. വിൽ ഓൺലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെൻ വി ഗെറ്റ് അവർ മാർക്സ്. സോ ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എനിക്ക് ഈ സബ്ജക്റ്റിന് ഇന്റർവെൽസിൽ ഐ ഗോട്ട് പ്രിറ്റി ഗുഡ് മാർക്സ്. സോ അതുപോലെ ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ആരാ
ഗ്ലോയിന്റെ സീക്രട്ട് എന്താണ്? ഓക്കെ ഓക്കെ, അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് അത് മോശമായിപ്പോയി. ആരെങ്കിലും വരെ ചോദിക്കും, ജിഷ 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 പറയാം നീ പൊളിയാണ് മുത്തേ. സഹോ നീ മുത്താണ്. ചേച്ചി ലിറ്റിൽ ഓവർ അല്ലേ? ആണോ? എല്ലാരും ജീവിതത്തിൽ കുറച്ച് ഓവർ അല്ലേ? നമുക്ക് ഫണ്ണി ബിഗ് മൗത്ത് ഫിൽറ്റർ ഉണ്ടോ നോക്കട്ടെ. പണ്ട് നല്ല നന്നു ആക്കി തരും. സോ എന്റെ നന്നു കുറച്ചും എനിക്ക് ചായ ഉണ്ടാക്കി തരും. ഞാനിപ്പോ കുറച്ച് ഗേൾ എന്നെ വിളിച്ചില്ല, റഹീന റഹീന മുത്തേ നീ അവിടെ ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി, നമുക്ക് എക്സാം അല്ലേ, നമുക്ക് അടുത്ത എക്സാമിന് കാണാം. ഹൂ ഇസ് അറിയില്ല. ഭരത് ചേട്ടൻ ജോയിൻ. അമ്മ ജോയിൻ ചെയ്ത. അമ്മായി മിസ് യു മോർ, അമ്മായി മിസ് യു മോർ. ഞാൻ കുറച്ചുകൂടെ നേരം നന്നുവിനോട് ഇരുന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരാവേ, പ്ലീസ് പ്ലീസ്. സോറി മുത്തേ. വെയിലൊക്കെ പോയി തുടങ്ങി, ഫിൽറ്റർ ഇടാൻ സമയമായി. എന്താ വിളിക്കാത്ത മുത്തേ? അത് പിന്നെ ഞാൻ നന്നുവിന്റെ വീട്ടിൽ ചായ എങ്ങനെ ഇടണമെന്ന് പഠിക്കാൻ വന്നേ അല്ലേ? ഇവിടെ കണ്ടില്ലേ ബുക്കും പേനയൊക്കെ എടുത്ത് വെച്ചേക്കുവാ. ഹൗ ടു മേക്ക് ടീ. കോപ്പി അടിക്കാൻ പറ്റോ? കോപ്പി അടിക്കരുത് ഗൈസ്, അടിച്ചിട്ട് കാര്യമില്ല. കോപ്പി അടിക്കാൻ വല്ല തൂക്കിയാ പിന്നെ തീർന്നു, ഭയങ്കര നടക്കേടാ. ഡീബാറിങ്ങും കുറെ പ്രശ്നങ്ങളുണ്ട്. കോപ്പി ഒന്നും അടിക്കരുത്. സ്കൂളിൽ വേണമെങ്കിൽ എനിക്കറിയത്തില്ല, ഐ മീൻ ഇറ്റ്സ് ഓൾ ജസ്റ്റ് മാക്സിമം പഠിക്കുക. എന്റെ അറിയാന്നുള്ളതൊക്കെ എഴുത്ത്. ലിയാൻ ആരാ? ലിയാൻ ഇസ് മൈ നെഫ്യൂ. സൺസ്ക്രീൻ ഇന്ന് യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ കോളേജിൽ പോകുമ്പോൾ സൺസ്ക്രീൻ ഇങ്ങനെ ഇടും. ബിക്കോസ് കോളേജ് ഇങ്ങനെ ഒരു മലയുടെ അവിടെ ഇരിക്കണ, ഭയങ്കര വെയിലാകുമ്പോൾ ഭയങ്കര വെയില. ഫാൻ ഫ്രം ഇംഗ്ലണ്ട്. ഓ താങ്ക് യു. എനിക്ക് വെയിലത്തേക്ക് നോക്കിയൊന്നും കാണാൻ പറ്റില്ല. റഹീന കട്ടി കിട്ടും മുത്തേ, കട്ടി പറയല്ലേ മുത്തേ മിണ്ടീസ്. ഹൻസു ബേബി അമ്മ ആദ്യം കേട്ടാ ലൈവില് അമ്മയൊക്കെ വന്ന് റിപ്ലൈ ഒക്കെ ചെയ്യുന്നത്. ഹൻസുന്റെ വീഡിയോ സെറ്റാണ് കേട്ടോ, താങ്ക് യു. ഗോ സ്റ്റഡി. ആക്ച്വലി ഞാൻ എന്റെ ബാഗിന്റെ ഇവിടെ ബുക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഇരുന്ന് പഠിക്കാൻ. പക്ഷെ തൊട്ടില്ല. പക്ഷെ ഈ പഠിക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ 3 ദിവസം മുമ്പ്. രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പഠിക്കും. എന്റെ ഏജ് എത്രയാ? ഐ ആം 19 years old. How are you? I'm fine. Happy ആണോ? പിന്നെ so happy. Say something about your fans. And the fans who make my edits and all, they all have this one kind of a name, like in Hansikians എന്നും പറഞ്ഞിട്ട് എനിക്ക് #hashtag ഉണ്ട്. They are all very sweet. Most of them are like younger than me. എനിക്കത് ഭയങ്കര ഇഷ്ടം. ബിക്കോസ് അവർ സ്കൂളിലൊക്കെ എനിക്ക് പഠിക്കുന്നത്, അതിൻ്റെ ഒക്കെ ഇടയിൽ, സ്റ്റഡീസിൻ്റെ ഒക്കെ ഇടയിൽ they find time to make edits and all. That is so sweet. എന്നെക്കാട്ടിൽ ഇളയതായാൽ മാത്രമേ സ്വീറ്റ് എന്നല്ല, ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, you are like dedicating a page for me, doing something for me. Itself is so sweet of you guys. I love you all. എന്തിനാ ഇവളുടെ വീട്ടിലേക്ക് വന്നത്? പിന്നെ എന്റെ മുത്തിന്റെ വീട്ടിലേക്ക് വരാതെ എന്റെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല. എനിക്കല്ലേ നന്നുവിന്റെ വീട്ടിൽ പോകാൻ പറ്റൂ. അങ്ങനെയല്ല, ഇറ്റ്സ് ലൈക്ക് നമുക്ക് വെക്കേഷൻ നന്നുവിന്റെ വീട്ടിൽ വരാൻ പറ്റിയില്ല. എനിക്ക് ഐ പ്രിഫർ ടു ഗോ ടു മൈ ഫ്രണ്ട്സ് ഹൗസ് ദാൻ ഗോ ടു സം റെസ്റ്റോറന്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. ബിക്കോസ് നമ്മൾ കഫേ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ നമുക്ക് അധികം ഒന്ന് അവിടെ ഇരുന്ന് നമുക്ക് അധികമായിട്ട് നമ്മുടെ ടീ ഒന്നും സ്പില്ല് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ എന്തെങ്കിലും ടീ സ്പില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ ടീയിൽ ഇൻഗ്രീഡിയന്റ് വല്ലതും വരുന്നതാണ്. ലൈക്ക് നമുക്ക് ഒരു ഡൗട്ട്, അയ്യോ അവർക്ക് വല്ലതും അറിയോ? അങ്ങനെ ടീ പറയാൻ വേണ്ടി മാത്രമല്ല ഫ്രണ്ട്സിനെ കാണാം, ബട്ട് ലിറ്റിൽ മോർ ഒരു വി ഹാവ് എ ഹോംലി കംഫർട്ട് ഫീലിംഗ് വെൻ വി ആർ അറ്റ് എ ഫ്രണ്ട്സ് ഹൗസ്. അതുകൊണ്ട് അങ്ങനെ നന്നുവിന്റെ വീട്ടിൽ മാത്രമേ അങ്ങനെ പോവാറുള്ളൂ. ലൈക്ക് പണ്ട് തൊട്ട് നന്നുവിന്റെ വീട്ടിൽ പോകാറുള്ളൂ. നന്നു എന്റെ വീട്ടിലും വരും. എന്റെ വീട്ടിൽ പിന്നെ ഭയങ്കര ആൾക്കാരാണ്. ഒരിക്കലും ഒരു ഭയങ്കര നോയ്സിയാണ് നമ്മുടെ വീട് എപ്പോഴും. അതുകൊണ്ട് ഐ വാസ് ലൈക്ക് ഞാൻ നന്നുവിന്റെ വീട്ടിൽ വരാം. എന്നെ വിളിക്കാത്ത മോശമായി പോയി. അച്ഛോ റഹീന, ഇനി അടുത്ത ലൈവ് ഞാൻ റഹീനയുടെ കൂടെ പോകും. കോളേജ് വെച്ച് ഞാൻ പോവാം.
അല്ലെ ആക്ച്വലി ഞാൻ പണ്ടപ്പോഴും ചിന്തിച്ചായിരുന്നു കോളേജ് വെച്ച് ലൈവ്, പക്ഷെ കോളേജ് ഇസ് വെരി നോയ്സി. അപ്പൊ കോളേജ് വെച്ച് ലൈവ് പോകാൻ പാടും. അജീഷ ഇൻഗ്രീഡിയന്റ് അതായത് നിങ്ങൾക്കെല്ലാം അറിയാം. ഹൻസ് യുവർ ലൈക്ക് പൂക്കി ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചാലും കഴിച്ചാൽ എന്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് ആണ്, ഞാൻ എപ്പോഴും ഇടുന്നതാണ്. അയ്യോ എനിക്ക് പൊക്കമില്ലാത്ത 1 second ഗോയ്സ്. നന്നു ഹെൽപ്പ് ചെയ്യോ? ഇതാണ് എനിക്ക് സ്ഥിരം ഇടാൻ ഇഷ്ടം. ഈ ഉടുപ്പിൽ എനിക്ക് ചുമ്മാ ഒരു സ്ഥലത്ത് വെളിയിലും പോവാം, പക്ഷെ ഈ ഉടുപ്പിട്ട് എനിക്ക് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ തോന്നിയാൽ ഡാൻസ് കളിക്കാം. ലൈക്ക് തന്നെ അതെ. സോ ഈ ഒരു ഉടുപ്പ് സേസ് എ ലോട്ട് അബൌട്ട് മീ. ലൈക്ക് ഐ ക്യാൻ ബി വെരി ഹാപ്പി ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. കുറെ കോമഡി പറയാൻ തോന്നുന്നു എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പിടും. ഐ ജസ്റ്റ് ഡോണ്ട്, ഈവൻ ദോ ഐ വോണ്ട് ബി വെരി ഹാപ്പി ഇൻ മൈ ലൈഫ്, എന്തെങ്കിലും സംതിങ് വുഡ് ഹാവ് ബീൻ ബോദറിങ് മീ, എന്തെങ്കിലും ബോദർ ചെയ്യാനാണെങ്കിൽ ഇങ്ങനത്തെ ഉടുപ്പിടുമ്പോൾ ലൈക്ക് സീയിങ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് നല്ല സൗണ്ട് പോയിരുന്നു. അപ്പൊ ഇത്രയും നേരം ഞാൻ പറയുന്നത് കേട്ടില്ല. എന്തോ നോക്ക് നോക്കാവുന്നുണ്ടോ നോക്ക്. ചിലപ്പോ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയിരിക്കും. കേക്കല്ലേ? ആണോ? അയ്യോ ഫീൽ എന്തൊരു പറയാൻ. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്റർ ആയിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് മേക്സ് മൈ ലിപ്സ് എ ബിറ്റ് ബിഗർ ആൻഡ് ഐസ് എ ബിറ്റ് സ്മോളർ. അല്ല, കണ്ണ് ചെറുതായില്ല, ചുണ്ടാ വലുതായ. കോമഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സംതിങ്സ് ബോദറിങ് യോ സംതിങ് ഒന്നും ഇല്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ചായ കുടിക്കുക, 2-3 കോമഡി പറയാ ആൻഡ് മൂവ് ഓൺ. അയ്യോ ദേ ഒന്നുമില്ല, ഞാൻ എന്തോ പറയാനുണ്ട്. എന്താ വയ്യെന്ന് കുഴപ്പമൊന്നുമില്ല. സ്റ്റക്കായി. ഓ ഇല്ല. ഹായ്. വീട്ടിലെങ്ങനെയാ പോണേ? കാറിൽ. ആരാ കൂടെ ഉള്ള? നന്നു. ഞാൻ നന്നുവിനെ 1000 വട്ടം ഇങ്ങനെ വിളിച്ചു, ഇനി നന്നു വരുമെന്ന് തോന്നില്ല. നന്നു ആണ് എന്റെ കൂടെ ഉള്ളേ. ചേച്ചി സ്റ്റക്ക് ആവുന്നല്ലേ? അത് എന്റെ അമേസിംഗ് നെറ്റ്വർക്ക്. ഞാൻ നന്നുവിന്റെ പേഴ്സണൽ ഹോട്ട്സ്പോട്ടിലേക്ക് കണക്ട് ചെയ്യട്ടെ. ടീ ടൈം കഴിഞ്ഞല്ലോ. ആക്ച്വലി യൂഷ്വലി എന്റെ ടീ ടൈം ബേസിക്കലി 4 മണി തൊട്ട് 5 മണിയുടെ ഇടയിലാണ്. ഇന്നൊരു ഡിലേ ആയി. അതെ അതെ. നന്നു എന്താ ലഞ്ച് കഴിക്കാത്ത? ചായയുടെ ആണല്ലേ നന്നു? ടീ പേഴ്സൺ ഐ ഡോണ്ട് കെയർ. ടീ പേഴ്സൺ ആരൊക്കെയാന്ന് പറയാന് ഒന്ന് പറയാമോ? ഹൂ ഓൾ ആർ ദ ടീ പേഴ്സൺ? കൊച്ചിലോട്ടെത്തി. ഐ മീൻ tea has ഒരു ഇമോഷൻ. കോഫി പേഴ്സൺ, കോഫി പീപ്പിൾ വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. അവർ ഈ ചായ ഈ കിഴങ്ങ് ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത്. ആൻഡ് ഐ ബി ലൈക്ക് നോ, see coffee okay, but I feel like coffee is very strong and tea is very subtle and ഒരു comfort ആണ് ചായ എന്ന് പറയുമ്പോ തന്നെ. ആക്ച്വലി ഞാൻ ഇന്ന് സ്റ്റോറി പോണ ഐ മീൻ ലൈവ് പോണ വേണ്ടിയെന്ന് പറയുമ്പോൾ 65% യെസും 35 നോ എന്നാ വന്നത്. വിച്ച് മീൻസ് I was only preparing to go live if it became like 80% yes and 20% no. പക്ഷെ I think അതിങ്ങനെ വന്നത് is because most of you all are having college and school. ആ ഒരു ടൈമിൽ ഞാൻ പോയത് എനിക്ക് അറിയാണത്തില്ല. ആൻഡ് എനിക്കങ്ങനെ ഇന്ന് ലൈവ് പോയിന്ന് വെച്ചിട്ട് ഭയങ്കര സംഭവം കാണിക്കാവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് if you guys want me to go live I can do that because I love to talk. എനിക്ക് ലൈക്ക് ഐ ഹാവ് ദിസ് പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. there will be a lot in my mind. ഞാൻ സംസാരിച്ചായിരിക്കും കളയുന്നത്. സംസാരിച്ചെന്ന് വെച്ചാൽ ലൈക്ക് ഐ ലൈക്ക് ടു എക്സ്പ്രസ്. എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ആൾക്കാരെ മനസ്സിലാക്കുന്നത് ത്രൂ ഹൗ ഐ സ്പീക്ക്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ടോക്ക് ടു സമ്മൺ. ഹൻസു they watch my video കുറേ, പക്ഷെ ഞാൻ റിപ്ലൈ ചെയ്യാറില്ല. ഐ എം വെരി സോറി. ആ മെസ്സേജ് മിസ്സായി പോയതായിരിക്കും. ഇനി ഇഫ് ഐ സീ യുവർ മെസ്സേജ് ഐ വിൽ റിപ്ലൈ ടു യു. ഓക്കെ, യു ആർ വെരി സ്വീറ്റ്. വിൽ യു ബി മൈ സിസ്റ്റർ ഇൻ യുവർ നെക്സ്റ്റ് ലൈഫ്? Sure. And if you are younger than me, do let me know because I would love to have a younger sibling. ഞാൻ ഏറ്റവും ഇളയതായി പോയോണ്ട് എനിക്ക്
കൊഞ്ചിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ചേച്ചിമാരെ കൊഞ്ചിക്കും. അതാണ് സംഭവം. ഞാൻ ഇഷാനിനൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കും. ഞാൻ താഴെ പ്ലീസ് ഡു വ്ളോഗ്സ് ഡെയിലി. ഐ വുഡ് ലവ് ടു. പക്ഷേ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫിക്കൾട്ട്. അങ്ങനെയല്ല, ഡിഫിക്കൾട്ട് എന്നാൽ ഇഫ് ഐ ഡു വ്ളോഗ്സ് ഡെയിലി ഓർ ലൈക്ക് അറ്റ്ലീസ്റ്റ് 5 times a week or something, and the concentration will be fully on this. As long as I'm studying, എനിക്ക് ഫുള്ളി എൻ്റെ കോൺസെൻട്രേഷൻ ഫോണിലേക്കും നമ്മുടെ വ്ളോഗിലേക്കും പോയാൽ ഇറ്റ് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് വെരി ബാഡ് ഫോർ മൈ ഐസ്, ബിക്കോസ് ഐ എം നോട്ട് സപ്പോസ് ടു യൂസ് ഫോൺ ഫോർ ലൈക്ക് മോർ ദാൻ വാട്ട് ഒരു 5 to 6 hours ബിക്കോസ് ഓഫ് സംതിങ്. ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് സ്ക്രീൻ ടൈം അത് യൂസ് ചെയ്തിട്ട്. പക്ഷേ ഐ യൂസ് എ ലോട്ട് ഓഫ് ഫോൺ. ഭയങ്കരമായിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ വ്ളോഗ് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ, അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ, റീൽ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ, ഇതൊക്കെ ചെയ്യാൻ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ജസ്റ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. നമ്മൾ തന്നെ വീഡിയോ എടുക്കും, നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. അങ്ങനെയല്ല, ഇറ്റ്സ് സ്മോൾ തിങ്. ആരാ കുഞ്ഞമ്മ എവിടെ? എൻ്റെ കുഞ്ഞമ്മ ഇവിടെ ഒന്നുമില്ല. ഓ, എനിക്ക് സ്നാപ്പ് ഇല്ല. സോ ഐ ആം ജസ്റ്റ് സേയിങ് ഫോൺ അധികം യൂസ് ചെയ്യാൻ. I do use a lot of phone, പക്ഷെ അത് അത്ര യൂസ് ചെയ്തുകൂടാ. ലൈക്ക് എനിക്ക് വെക്കേഷൻ ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു അപ്ലോഡ് വ്ളോഗ്സ്, ബട്ട് ഇറ്റ് വാസ് മൈ ഗോൾ ടു അറ്റ്ലീസ്റ്റ് പുട്ട് 8 വ്ളോഗ് എങ്കിലും മെയ് മാസം. പക്ഷെ നടന്നിട്ട. ഹായ് മൻഹ എന്ന് പറയാം. ഹായ് മൻഹ. എല്ലാവർക്കും ഇഷാനി. ഇനി എനിക്ക് ഇഷാനിയുടെ കൂടെ ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. നന്നു പറ, നന്നു പറ നന്നു. ആക്ച്വലി ഒരു ഫിൽറ്ററും ഇല്ല. നമുക്ക് എന്നാ ഫിൽറ്റർ അങ്ങ് ഇടാം. ഷിൻചാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് ഷിൻചാനെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഷിൻചാൻ ഇസ് എ വൈബ്. ലൈക്ക് അത് ഈ ചായ ഇഷ്ടമുള്ള പോലെ ഷിൻചാൻ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. ലൈക്ക് ഷിൻചാൻ ഇസ് എ വൈബ്. എന്റെ യെല്ലോ ഡ്രസ്, താങ്ക് യു. കുറെ പേര് എന്നെ കോംപ്ലിമെന്റ് ചെയ്തു എന്റെ യെല്ലോ ഡ്രസ്. ആരാ? ഹായ് നന്നു. അല്ലേ? പ്ലീസ് ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഹൂ സ്റ്റാർട്ട് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ? നമ്മുടെ ഫാമിലിയിലാണ്. നമ്മുടെ ഫാമിലി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അഹാനയാ. ഐ എം യങ്ങർ ദാൻ യു. എന്റെ അടുത്ത് സിസ്റ്റർ ആണ് പറഞ്ഞ ക്യൂട്ട് ഗേൾ. I would definitely be your sister. I would like to be somebody's older sister. നാച്ചുറൽ ബ്യൂട്ടിയാണ് പറയുന്നു. അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്കിൻ കുറച്ച് ക്ലിയർ ആണെങ്കിൽ ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ച് കോൺഫിഡൻസ് ആവും. ലൈക്ക് എനിക്ക് യൂഷ്വലി എപ്പോഴും എന്റെ മൂക്കിലെ കുരു വരും. മൂക്കിൽ കുരു വരുമ്പോൾ ഐ വൻ കീപ് മാസ്ക് ഇട്ടൊക്കെ കോളേജിൽ പോകും, സ്കൂളിൽ പോയി. ഇറ്റ്സ് വെരി ട്രോമറ്റൈസിങ്. ലൈക്ക് വൈ ഡു ഇവൻ ഗെറ്റ് പിമ്പിൾ ഓൺ ദ നോസ്? ലൈക്ക് അതിനെക്കാട്ടിലും ലൈക്ക് മൂക്ക് എടുത്തോണ്ടെങ്കിൽ പോക്കൂടെ? ഐ മീൻ പക്ഷെ ഇപ്പൊ എനിക്ക് മുഖത്ത് കുരുവില്ല. അതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് ഇല്ലാതെയും എന്തുവാണ് ഫിൽറ്റർ ഇല്ലാതെയും ക്യാമറ നോക്കി ചിരിച്ചോണ്ടിരിക്കണേ. നന്നു is looking more beautiful. നന്നുന്റെ മുടി ഞാൻ കാണിച്ചത്. Would you rather deal with Shinchan or Himawari? Shinchan is more fun. Himawari is a baby. അപ്പൊ ഹാൻഡിൽ ചെയ്യാൻ പാടാ. Naina had always glowing skin. അടുത്തോ നന്നു just look at her skin. നമ്മൾ രണ്ടുപേരും മറ്റേ ക്ലിയർ സ്കിൻ. പക്ഷെ നന്നു ആണ് ലീഡിങ് ക്ലിയർ സ്കിൻ എന്നൊക്കെ. നന്നുവിന്റെ മുടി ഒന്ന് കാണിച്ചു. നന്നു ഹാസ് എന്നെ പോലെ കേളി ഹെയർ. പക്ഷെ എന്റെ ഹെയർ ഭയങ്കര ഡാമേജ്ഡ്. പക്ഷെ നന്നുവിന് അങ്ങനെ ഡാമേജ്ഡ് ഒന്നുമല്ല. ആൻഡ് ഇറ്റ് ലുക്സ് വെരി നൈസ്. നല്ല മുടിയല്ലേ? ഡാമേജ് ഫേസ് മതി. ഇത് കേളി ഹെയർ, ഇത് ചകിരി. ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ മിസ്സായാ നോക്കട്ടെ. നന്നുവിനെ പറ്റി കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹേയ് ഹൻസു ആൻഡ് നന്നു. ഹായ്. നേരത്തെ അല്ല അക്കൗണ്ട് കറക്റ്റ് ചെക്ക് ചെയ്യാൻ ഞാൻ ഫോളോ ചെയ്യുന്നതാണോ അത് വേറെ അക്കൗണ്ട് ആണോ നോക്കാനാ. എന്റെ സൗണ്ട് എനിക്ക് പേടിയാവുന്നു. ഓ മൈ ഗോഡ്. ഡു യു ഗൈസ് ഹാവ് ദിസ് ഫീലിംഗ് ലൈക്ക് നമുക്ക് നമ്മൾ ഒരാൾക്കൊരു ഓഡിയോ എന്തെങ്കിലും ഇടുമ്പോ എന്നിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഓഡിയോ കേൾക്കുമ്പോ നിംന പറഞ്ഞു ഹായ് ഹൻസു, ഹായ് നന്നു, ഹായ് നിംന. എനിക്ക് ലൈക്ക് ഞാൻ തന്നെ അവർക്കൊരു ലൈക്ക് പറയണേ ലൈക്ക് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോഴേക്കോളും നമ്മളധികം അറിയില്ല നമ്മുടെ സൗണ്ട് അവിടെ എങ്ങനെയാണെന്ന്. പക്ഷെ അവരുടെ കോളിൽ നിന്ന് നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ യു ജസ്റ്റ് ഫീൽ ലൈക്ക് ഓ മൈ ഗോഡ്, ഡു ഐ സൗണ്ട് ലൈക്ക് ദാറ്റ്?
ഓൾവേസ് ഹാഡ് ദാറ്റ് ഫീലിംഗ്. സോ എനിക്ക് വേറൊരാളുടെ വീഡിയോയിലോ വേറൊരാളുടെ കോളിലോ ഓഡിയോയിലോ എൻ്റെ സൗണ്ടൊക്കെ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിവേസ് അത് ഐ ഡോണ്ട് തിങ്ക് എനിവൺ ഓഫ് യു ഓൾ കുഡ് റിലേറ്റ് ദാറ്റ്. വലിയ മെസ്സേജ് വായിക്കാൻ പറ്റില്ല. പോയി ഹൗ ഈസ് എ കോളേജ് ഗോ ഹൗ ഇസ് എ കോളേജ് ഗോയിങ്? ഓ മൈ ഗോഡ്. കോളേജ് എന്നു ചോദിച്ചാൽ ഞാൻ 2 മിനിറ്റ് അവിടെ മാറി കാര്യം അല്ല സൈലൻസ് കാര്യം സൈലൻസ് ആയിട്ട് കാര്യം. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് കോളേജ്. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് കോളേജ്. ഇതേ സിറ്റുവേഷനിൽ ഞാൻ ഓൾസോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. അത് നമ്മള് പാവല്ലേ എന്ന് വെച്ചിട്ട് പറഞ്ഞു. ലുക്ക് സോ ഗുഡ്. സൺലൈറ്റ് ഒക്കെ കളറൊക്കെ അടിച്ചു വെച്ചിട്ട്. അപ്പൊ കോളേജ് എന്ന് പറയുമ്പോ എനിക്ക് സെക്കൻഡ് ഇയർ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം എക്സാക്ട്ലി ഇയർ അഗോ ഇതേ ഫീലിംഗ് ലൈക്ക് ഐ ഹേറ്റഡ് കോളേജ്. കോളേജിന് 2 years മോർ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചു. ബട്ട് ഇവൻച്വലി കോളേജ് ഗോട്ട് ബെറ്റർ. അത് നമുക്കറിയത്തില്ല അതെങ്ങനെ ബെറ്റർ ആയെന്ന്. ഐ ജസ്റ്റ് ബിക്കേം ലൈക്ക് ദാറ്റ്. പക്ഷെ കാറോ അത് എന്നോട് ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അയ്യോ എനിക്കതറിയില്ല. We should do a reel together. So I was saying എനിക്ക് കോളേജിൽ again I got that feeling ഇന്നലെ കോളേജിൽ പോയപ്പോൾ I just felt like I hate this place so much. But of course I'll miss the college. Like അങ്ങോട്ട് പോകുമ്പോൾ I'll miss it. എനിക്കിപ്പോൾ അങ്ങനെ തോന്നിയത് only because maybe my seniors are എല്ലാവരും pass out ആയി. My majority friends are my seniors also. I just hope college will get better for me. I feel a bit lonely in college. ഞാൻ പണ്ടൊരു സ്റ്റോറി ഇട്ടായിരുന്നു എക്സാക്ട്ലി ഈ സമയം സെക്കൻഡ് സെം എക്സാമിന് മാനിഫെസ്റ്റിംഗ് എ ബെറ്റർ സെക്കൻഡ് ഇയർ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇവൻച്വലി മൈ കോളേജ് ലൈഫ് ഗോട്ട് ബെറ്റർ. അപ്പൊ എനിക്ക് എന്റെ തേർഡ് ഇയർ ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റോറി ഉള്ളൂ ആലോചിക്കാം. പക്ഷെ ഇഫ് ഐ ഡു ഇറ്റ് ഓൺ പേർപ്പസ് ചിലപ്പോൾ അങ്ങനെ നടക്കത്തില്ല. സോ ഐ ഹാവ് നോ ഹോപ്സ് നല്ലതാവോ ഇല്ല എന്നൊന്നും അറിയില്ല. ബിക്കോസ് തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയർ ഓഫ് കോളേജ് ലൈഫ് ഗോസ് ലൈക്ക് ദിസ്, സെക്കൻഡ് ഇയർ ഗോസ് ലൈക്ക് ദിസ്, തേർഡ് ഇയർ വരുന്നതും പോകുന്നതൊന്നും ആരും അറിയത്തില്ല. ലൈക്ക് വി ഡോണ്ട് ഈവൻ എക്സിസ്റ്റ് വെൻ യു ആർ ഇൻ തേർഡ് ഇയർ. ആരും നമ്മളെ കാണത്തില്ല. ബിക്കോസ് വി ആർ വെരി ബിസി വിത്ത് ആ പ്രോജക്ട്സ് ആൻഡ് വർക്ക് ആൻഡ് പീപ്പിൾ. നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ നമ്മൾ തേർഡ് ഇയറിന് കാണുമ്പോൾ ബിസി കിഡ്സ് ആയിട്ടാണ് കാണുന്നത്. ലൈക്ക് നിങ്ങൾ കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണ് മെയിൻ. അങ്ങനെയാണ് ആ ഒരു വൈബാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെയൊന്നല്ല, പക്ഷെ മെയിൻലി അങ്ങനെ തേർഡ് ഇയേഴ്സിനെ കുറച്ചുകൂടെ പഠിത്തത്തിൽ അവരുടെ ഒരു ഫോക്കസ് കൊടുക്കുന്നത്. സെക്കൻഡ് ഇയേഴ്സ് ആണ് മിക്ക കാര്യത്തിലും മെയിൻ ആയിട്ട് നിൽക്കുന്നത്. സോ സെക്കൻഡ് ഇയർ വാസ് ഗുഡ്. I wish if I could restart second year again. പക്ഷെ പറ്റത്തില്ലല്ലോ. ഇനി തേർഡ് ഇയറിൽ എനിക്ക് എങ്ങനെ ആവും എനിക്ക് അറിയത്തില്ല. I honestly don't want to be sad or lonely in college. So yeah, because കുറച്ചും കൂടെ മാസേ ഉള്ളൂ. 1 year നമുക്ക് പറയാൻ പറ്റില്ല. few more months of college life. കോളേജ് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും? Like too many thoughts in the mind വന്നിട്ട് I'm like അതെ അതിനെപ്പറ്റി ഇപ്പം ചിന്തിക്കാം. Right now I'm having exams of my second year final. ഞാൻ എക്സാമാണ് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ഒരു ഡേ ഞാനൊന്ന് കാണണം തോന്നി, ഞാൻ വന്നു. കൊറേ പോയല്ലേ? ഓക്കെ സോറി, ഞാൻ കൊറേ കണ്ടില്ല. അമ്മ ജോക്ക് ചെയ്യുന്ന എടാ മുത്തേ നീ റഹീന അങ്ങനെയല്ല മുത്തേ, നീ ഇടയ്ക്ക് ബിസി ആകുമല്ലോ. റഹീന ഇടയ്ക്ക് ബിസി ആകുമല്ലോ. റഹീന ബിസി ആയിരിക്കുമ്പോ ഞാൻ ലോൺലിയാണ്. നന്നും കൂടെ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് നടക്കായിരുന്നു. ഇതിപ്പോ റഹീന കണ്ടില്ലെങ്കിൽ ഞാൻ, റഹീന ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്. 2 cookies in 1 friend. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ പറയാം. കെ ബ്യൂട്ടിയുടെ ഏതാ ഷെയ്ഡ്? ആ കെ ബ്യൂട്ടിയുടെ റാപ്പ് അങ്ങനെ പറയും. കെ ബ്യൂട്ടി റാപ്പ് പ്രമോഷൻ നടത്തണ പോലെ, കൊളാബറേഷൻ നടത്തണ പോലെ ഉണ്ട്. ന്യൂ ഡാൻസ് റീൽ. ഞാൻ റഹീന ബൈ ഡിവോഴ്സ് ഒക്കെ മുത്തേ പോലെ മുത്തേ പ്ലീസ് നോ ഡോണ്ട് ഗോ. ഡാൻസ് റീൽ ചെയ്യണം നന്നു. ഐ മീൻ നന്നു ഇവിടെ ഉദ്ദേശിച്ചത് അതെ ഡാൻസ് റീൽ. വേറെ ആയോ ക്യാറ്റ്. സോ എനിക്ക് ഇഷ്ടമുള്ള കുറെ പൂച്ചയുണ്ട്, പക്ഷെ എന്നെ വിട്ടിട്ട് പോയി. അവസാനം എല്ലാവരും നമ്മളെ വിട്ടിട്ട് പോകും. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിട്ടിട്ട് പോകും. സിപ്പിംഗ് ടീ വൈൽ വാച്ചിങ് യുവർ ലൈഫ്. I hope your tea gives you comfort. Which course am I doing? I am doing BA English and Communicative English, the second year. Yeah. നയന ബിയാർക്കല്ലേ പഠിക്കണേ? ഐ തിങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫാൻ അക്കൗണ്ട് ആണ്. ഗൂഫി ഓൾസോ സേസ് ദാറ്റ് നന്നുവിനെ കണ്ടിട്ടുണ്ട് കോളേജിലാണ്. നന്നു ആർക്കിടെക്ചർ ആണ് പഠിക്കുന്നത്. ഷീസ് എ വെരി പാഷനറ്റ് ആർക്കിടെക്ചർ സ്റ്റുഡന്റ്.
ഞാനൊന്നും അത്ര പാഷനറ്റ് അല്ല. ഐ മീൻ ഐ ലൈക്ക് ടു സ്റ്റഡി, ഐ എം വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാൻ അങ്ങനെ പാഷനറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ബിക്കോസ് ഐ ഹാവ് എ പാഷൻ ഫോർ ഡാൻസ്. അങ്ങനെയൊക്കെ വേറെ കുറെ പാഷൻസ് എന്റെ ലൈഫിലുണ്ട്. സോ യാ, നനു എ വെരി പാഷനറ്റ് ആർക്കിടെക്ട് സ്റ്റുഡന്റ്. എന്താ എന്ന് ചിരിക്കുന്നുണ്ട്. My two sisters are huge fans. Can you say hi? Hi Elna. Hi Elna. Gabriel hi parayo. Hi Gabriel. You want you and Nannu dance? Na people dance also Nannu. Oda filter vannu. തനിയേക്കോ ഇതെങ്ങനെ ഞാൻ I think Insta thinks I need some filter. ഇൻസ്റ്റക്ക് എന്നെ നോർമലായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ന്യൂ ട്രിപ്പ് ഉണ്ടോ? അടുത്ത കാലത്തൊന്നും ഇല്ല. ഏത് ട്രിപ്പ് പോയി ഇവിടെ ഒരു കുരു വരും, ഇവിടെ കുരു, ഇവിടെ ഇവിടെ. Your voice is similar to Shinchan. Thank you. അത് only personal. Actually ഞാൻ അമ്മയുടെ ബ്ലോഗ് അത് അവസാനം വെളിയിൽ വന്ന് ആൾക്കാരൊക്കെ കമന്റ് ചെയ്തു, ഈ കുറച്ച് എന്താ പ്രശ്നം. അപ്പൊ എനിക്ക് ചോദിച്ചോക്കെന്തുണ്ട് ആക്ച്വലി എന്താ എന്റെ പ്രശ്നം. അല്ല അത് ചിന്തൻ കാണാത്തോണ്ടായിരിക്കും. Say something about Bharat. Something. എനിക്കറിയില്ല ഗൈസ്, എനിക്കൊന്നുമില്ല പറയാൻ. ഓ പ്ലീസ് കോൾ മൈ നെയിം. അയ്യോ പേരെന്താ? പേര് മനസ്സിലാവുന്നില്ല. എനിക്ക് പേര് മനസ്സിലായില്ല. എന്റെ പേര് മനസ്സിലായില്ല. അയ്യോ അത് റിയൽ നെയിം ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. സൈഡോളം പേര് പറഞ്ഞായിരിക്കും. സ്റ്റക്കായല്ലേ? ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ മിക്കവാറും ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. സ്റ്റക്ക് ആവുമ്പോ ഇവിടെ ഓൺലൈൻ ക്ലാസ് സ്റ്റക്ക് ആവുന്ന പോലെ. ഇത്രയും ക്ലാരിറ്റി ഉണ്ടോ എന്റെ വീഡിയോക്ക്? എനിക്ക് ഇത്ര ക്ലാരിറ്റി ഇല്ലല്ലോ. എന്നെ തന്നെ കണ്ട് ഞാൻ ചിരിക്കുക. എന്തിനു ചാവുന്നു. ലൈവ് കൊള്ളാല്ലേ? എനിക്ക് എന്റെ വീട്ടിൽ ഇത്ര കിട്ടാറില്ലെന്നേ ഉള്ളൂ ഒരു സൈലൻസ്. ഐ തിങ്ക് അമ്മ ഇപ്പൊ നോക്കുമായിരിക്കും ഞാൻ ഇപ്പോഴും ലൈവ് പോവുക. അവൾ ചായ പോലും കുടിച്ചിട്ടില്ല. ഡ്രോപ്പ്. പക്ഷെ അമ്മ മിക്കാറും പറയും വേണ്ട, കാരണം അമ്മയ്ക്ക് നീ വണ്ടി ഓടിക്കുന്ന അറിയാമെങ്കിലും നിന്നെ കുഞ്ഞായിട്ടാ കാണും. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. എടി ഞാൻ വെച്ചേ ഇതിന്റെ ഒരു വ്ളോഗ് എടുക്കട്ടെ. ഞാൻ ലൈവ് പോകുന്നതിന്റെ ഒരു വ്ളോഗ് എടുക്കുവാണ് ചെറുതായിട്ട്. സോ ഞാൻ ലൈവ് പോയി ആൻഡ് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഐ എം ഡൂയിങ്. ഐ എം ജസ്റ്റ് സിറ്റിംഗ് ഹിയർ ആൻഡ് expressing something to let the bothering or sadness from my mind go. അത്രേ ഉള്ളു. വേറെ സിന്ധു അമ്മാമ്മ ഇപ്പൊ വീട്ടിലുണ്ട്. പാട്ടാണോ ഉദ്ദേശിച്ച? നമ്മള് പാട്ടൊന്നും പാടാറില്ല. അപ്പൊ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാൻ തുടങ്ങി നിങ്ങളൊക്കെ ഇപ്പൊ ലൈവ് നിർത്തിയിട്ട് പോകും. എനിക്ക് പിന്നെ ഇതായ എന്റെ പേര് വായിക്കോ? നഹ അതാണോ പേര്? വോമിറ്റിങ് ഇമോജി ഒക്കെ ഇടുന്നു. വോമിറ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ പോയി വോമിറ്റ് ചെയ്യണം, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് എപ്പോഴും വോമിറ്റിങ് വരുന്ന ഒരാളാണ്. അല്ല, വോമിറ്റ് പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു ഫിംഗർ എടുത്തിട്ട് വായിലേക്ക് ഇടണം. അപ്പൊ നിങ്ങൾ പാവം ആർക്കും വോമിറ്റ് ചെയ്യാൻ തോന്നി. വാട്ട് യു ലൈക്ക് ഇൻ ഷിൻചാൻ? ഓക്കെ, ഷിൻചാൻ ഇസ് വെരി ഫണ്ണി. എനിക്ക് ഹായ് തന്നില്ലെങ്കിൽ ഉറുമ്പ് കടിക്കും. ഉറുമ്പ് എന്നെ കടിച്ചോട്ടെ, കുഴപ്പമില്ല. ഓസിലെ ബേബിനെ കാണാൻ എക്സൈറ്റഡ് ആണ്. അഫ്കോഴ്സ് ഞാൻ ജനിച്ചിട്ട് എനിക്കൊരു ബോധമുള്ള കാലത്തിൽ എനിക്കൊരു കുഞ്ഞു ബേബി നമ്മുടെ ഫാമിലി ജനിച്ചിട്ടില്ല. ലൈക്ക് ഹാനക്കൊക്കെ എത്രയോ ബേബീസ് ജനിച്ചിട്ടുണ്ട്. അഫ്സലൊക്കെ ബിഗ് ഫാൻ. ഒരു അഫ്സൽ നമ്മുടെ ബിഗ് ഫാൻ ആണെന്ന് പറഞ്ഞു. താങ്ക് യു മോനെ, താങ്ക് യു. നേനോ ചോദിക്കണേ. അയ്യോ, ഒരാൾക്ക് വോമിറ്റ് ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്നു. ബക്കറ്റ് വേണോ?
സഹിക്കാൻ പറ്റും. എന്റെ പേര് പറയോ? പർവീൻ സുൽത്താന. ചേച്ചിമാർ ഇവിടെ ഇല്ലടാ, ഇത് നന്നുവിന്റെ വീട്ടിലാ, അതുകൊണ്ട് ഞാൻ മാത്രമേ വന്നുള്ളൂ. സീക്രട്ട് ഓഫ് യുവർ സ്കിൻ. ജസ്റ്റ് ചിരിക്കണ എന്തിന്? ആരാ? ജിഷ ബാക്കി അല്ലേ മുത്ത, ഞാൻ ഇപ്പൊ എന്തിനാ പറയുന്നത്? ഐ ക്യാൻ ബി ഓഫ് സം ഹെൽപ്പ്. സീക്രട്ട് ഓഫ് യുവർ സ്കിൻ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അയ്യോ, വെള്ളം നല്ല കുടിക്കണം. പക്ഷെ ഞാൻ അങ്ങനെ വെള്ളം കുടിക്കുന്ന ആളല്ല. ഐ ഫോർഗെറ്റ് ടു ഡ്രിങ്ക് വാട്ടർ. ഇപ്പൊ നമ്മൾ തണുത്ത രാജ്യത്തിലൊക്കെ പോയപ്പോൾ, ജപ്പാനിൽ പോയപ്പോൾ, ഐ ക്യാൻ സേ ഞാൻ എത്ര എമൗണ്ടാണ് കുടിച്ചത്. വെരി ലിറ്റിൽ. നമ്മൾ തണുത്ത രാജ്യത്തേക്ക് നമുക്ക് വെള്ളം കുടിക്കാനേ തോന്നില്ല. ബിക്കോസ് വി ഡോണ്ട് സ്വെറ്റ്. നമുക്കൊരു ഡീഹൈഡ്രേറ്റഡ് ഫീലിംഗ് വരില്ല. പക്ഷെ ചൂട് കാലത്ത് ഓഫ് കോഴ്സ് വെള്ളം നല്ല കുടിക്കും. സോ വെള്ളമൊക്കെ നല്ല കുടിച്ച് നല്ല സ്ലീപ്പൊക്കെ കിട്ടി ഗുഡ് ഫുഡൊക്കെ കഴിച്ചാൽ തന്നെ ഐ ഹോപ്പ് സ്കിൻ ബെറ്റർ ആകും. ബട്ട് ഇപ്പം ജനറ്റിക്കലി ആണ് ഈ പിമ്പിളൊക്കെ വരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഫാമിലിയും ജനറ്റിക് ആണ്. പക്ഷെ ഞാൻ കുറച്ച് എൻ്റെ സ്കിന്നെ ടേക്ക് ആൻഡ് ഓൾസോ അനദർ തിങ്, ഞാൻ എപ്പോഴും കോളേജിൽ പോകുമ്പോൾ ഇങ്ങനെ രണ്ട് മുടി ഫ്രണ്ടിലിടും. ദിസ് ഇസ് ഓൾസോ വെരി ബാഡ്. ഹെയറിലെ ഓയിലും ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ടച്ച് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നെവർ ഈവൻ ന്യൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ വെറുതെ ഇട്ടതാണ്. പശ്ചിമല വന്ന ഇത് വെൻ ഡിഡ് യു ഗൈസ് നമ്മളെപ്പോഴാ ഫ്രണ്ട്സ്? ആക്ച്വലി നമുക്ക് പണ്ട് തൊട്ടേ അറിയാം. ലൈക്ക് സെയിം ബസ്സിലായിരുന്നു. ബസ്സിലായിരുന്നു പണ്ട് തൊട്ടേ നമുക്ക് അറിയായിരുന്നു. പക്ഷെ നമ്മൾ ഇത്ര ഹൻസും ഇത്ര സംസാരിക്കത്തില്ല. ഞാനും അങ്ങനെയായിരുന്നു. നമ്മൾ രണ്ടും കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു. എപ്പോഴും കാണുമ്പം ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ പക്ഷെ അവർ എല്ലാരും പോയപ്പോ ഐ ഗെസ് സ്റ്റാർട്ടഡ് സംസാരിക്കാനൊക്കെ തുടങ്ങി. നമ്മള് ക്ലാസ്സിലായി. അപ്പോഴാണ് ഞാൻ ഒട്ടും സംസാരിക്കത്തില്ല. അധികം സംസാരിക്കാം. പക്ഷെ ഞാൻ വാ തുറന്ന് അടക്കത്തില്ല. പക്ഷെ അതിപ്പോഴും അങ്ങനെയാ. എനിക്ക് ഞാൻ നന്നത്ത് കുറെ കഥകൾ പറയാം. നന്നു ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. ഞാൻ അപ്പൊ ഇത് സംഭവിച്ചു. എനിക്ക് 10th 11th കോവിഡ് ആയിരുന്നു. 12th നമ്മള് വിചാരിച്ച് നമ്മള് ക്ലാസ് മാറിയല്ലോ. എക്സാക്ട്ലി. നമ്മൾ കോഴ്സ് മാറിയപ്പോ നമ്മള് വേറെ ഫ്ലോറിലായിരുന്നു. സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ. നന്നു കമ്പ്യൂട്ടർ, ഞാൻ കോമേഴ്സ് ആയിരുന്നു. നമ്മള് 2-3 ക്ലാസ്സിൽ ഒരുമിച്ചാണ്. അപ്പൊ അനദർ തിങ്, ഇപ്പൊ നന്നു വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നും ഉദ്ദേശിക്കില്ല. സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പൊ ലൈഫിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വാട്ട് ഐ എം സേയിങ് ഈസ്, സ്കൂളിൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളപ്പോൾ നമ്മുടെ കൂടെ ഐ ലൈക്ക് നെവർ ഫെൽ ലെഫ്റ്റ് ഔട്ട്. എനിക്ക് എപ്പോഴും നന്നു ഉണ്ടായിരുന്നു. പക്ഷെ കോളേജിൽ എവറി ടൈം ഐ ഹാഡ് ഫെൽറ്റ് ലെഫ്റ്റ് ഔട്ട്. എന്നും ലെഫ്റ്റ് ഔട്ട് ആയി ഫീൽ ചെയ്യുന്നില്ല. ബട്ട് എവറി ടൈം ഐ ഫീൽ ലൈക്ക് അയ്യോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. നോബഡി വാണ്ട്സ് ടു സിറ്റ് വിത്ത് മീ, നോബഡി വാണ്ട്സ് ടു ടോക്ക് ടു മീ, നോബഡി വാണ്ട്സ് ടു ഹാങ് ഔട്ട് വിത്ത് മീ. ചിന്തിക്കാൻ ഐ ബി ലൈക്ക് ഇഫ് നന്നു വാസ് ദേർ. എനിക്ക് മെസ്സേജ് ഇടും ലൈക്ക് അപ്പൊ ഞാൻ എനിക്കത് കഴിയാവുന്നത് വേറെ കോളേജിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു തരാൻ പറ്റില്ല. ഇങ്ങനെ എന്തായാലും നമുക്ക് വിഷമം വരാം അങ്ങനെ കേൾക്കുമ്പോ. നമുക്ക് ലൈഫിൽ ചിലപ്പോ ഒരു ഫ്രണ്ട് ആയിരിക്കും കിട്ടുന്നത്, 1 or 2 ട്രൂ ഫ്രണ്ട്സ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അവർ ചിലപ്പം നമ്മുടെ അടുത്തായിരിക്കില്ല എപ്പോഴും. വേറെ കോളേജോ വേറെ നാട്ടിലോ ഒക്കെ ആവാം. പക്ഷെ ആ ഉള്ള ഫ്രണ്ട് നമ്മൾ കളയരുത്. പക്ഷെ കീപ്. ഇനി അപ്കമിങ് മൂവിയോ? ഞാൻ സിനിമയൊന്നും ചെയ്തിട്ടില്ല. മൺഡേ ഉള്ള എക്സാം പഠിച്ച മുത്തേ, അത് ഞാൻ നിന്നെ കാണിച്ചില്ലേ നേരത്തെ? ഇത് മൺഡേയുടെ എക്സാം അല്ല, ഇത് വെനസ്ഡേയുടെ എക്സാം. മൺഡേയുടെ എക്സാം ഞാൻ പഠിച്ചു തുടങ്ങും. ഇടയിൽ കുറെ ക്വസ്റ്റ്യൻസ് പോയി. ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് അതിന് വാ തുറന്ന വാ അടക്കില്ല. എനിക്ക് ആണല്ലേ, എനിക്ക് ഞാൻ അടുത്ത് പോകണം. തന്നെ മെസ്സേജ് കാണാൻ കണ്ണൂടാ. എനിക്ക് കണ്ണാടി ഉണ്ടെങ്കിൽ നിനക്ക് കാണിച്ചു തരാം. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അതാ സംഭവം. ഇതല്ലേ അത് എന്റെ നേരത്തെ ചോദിച്ചത്. നമ്മൾ താഴെ എത്തിയില്ലല്ലേ, സോറി. ഞാൻ ഗ്ലേസിങ് നന്നു. അയ്യോ, ഞാൻ പോയിരുന്നു പഠിക്കടി. പക്ഷെ എനിക്കും അതേപോലെ പറയാം, പോയിരുന്നു പഠിക്കടി. താങ്ക് യു. സേ ഹായ് ടു ഷിബിൻ. ഹായ് ഷിബിൻ. അയ്യോ,
സിസ്റ്റേഴ്സ് ബോണ്ട്. അതെന്നാ ആരും കൂട്ടുകൂടാതെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കൂട്ടുകൂടില്ല എന്നൊന്നുമല്ല. മോസ്റ്റ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ബി ഫ്രണ്ട്സ് വിത്ത് അതേഴ്സ്. വെൽ ആക്ച്വലി ഐ തിങ്ക് പീപ്പിൾ തിങ്ക്, കോളേജിലുള്ള കുറച്ച് ആൾക്കാർ ഹാവ് നോട്ടീസ് മീ തിങ്സ് ദാറ്റ് എനിക്ക് കൂടാനൊന്നും ഇഷ്ടമല്ല. ഐ എം ലൈക്ക് മറ്റേ ഇൻട്രോവേർട്ട് ടൈപ്പ്, എൻ്റെ അടുത്തേക്ക് ആരും വരില്ല. അങ്ങനെയാണ് കുറേ പേരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ അടുത്ത് ഒന്ന് മിണ്ടേ ഞാൻ മച്ചാ കമ്പനിയാകും. പക്ഷെ എനിക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് അധികം ഇല്ല. ബിക്കോസ് ഐ വെരി ഷൈ ആൻഡ് ഐ ബി ലൈക്ക് അയ്യോ അവർക്ക് എന്ത് തോന്നും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. എന്താ ചോദിച്ചത്? +2 കണ്ടു എന്നെ എടുക്കുന്നത് നോക്കേ. നിനക്ക് കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ട്, ഞാൻ വെക്കാറില്ല, അതാ സംഭവം. ഈ ലുക്കിലേക്ക് ആഹാന ചേച്ചി വെക്കേഷനൊക്കെ തീർന്നടാ. കോളേജൊക്കെ തുടങ്ങി മറ്റേ കോണി താങ്ക് യു. നമ്മള് കത്തില്ലേ 5:30 ആവാറുണ്ട്. പിന്നെ ഫ്യൂച്ചർ പ്ലാനോ അതൊന്നും അറിയില്ല. എനിക്ക് സാൻഡി അമ്മ ഇപ്പൊ എന്നെ വന്ന് ഇടിക്കും. നീ ലൈവ് തീർന്നില്ലേ? ശരിയാണ്. ഞാൻ കറക്റ്റ് ടീച്ചർ കണ്ണാടി വെച്ചപ്പോ ടീച്ചർ ലുക്ക് അതെങ്ങനെ? നന്നു ആസ്ക് അബൌട്ട് ഹർ ക്ലാസ്മേറ്റ്. നന്നുവാ ഞാൻ ശ്രേയ. നോക്കട്ടെ എവിടെ പോയത്? ഓറ ലോസ് സ്പെക്ടക്കിൾസ്. എന്റെ ഓറയ്ക്ക് എന്താ പറ്റിയത്? പോയില്ല, ഇവിടെ ഉണ്ട്. ഇപ്പൊ നന്നു എന്റെ ക്ലാസ്മേറ്റ് നന്നു. ഐ ഡു ഹാവ് എ ക്ലാസ്മേറ്റ് കോൾഡ് ശ്രേയ. എല്ലാം ഒരുമിച്ച് വായിക്കണേ. എനിക്ക് ബുജ്ജി ലുക്ക്. ബുജ്ജിയെക്കാട്ടിലും എനിക്കൊരു റൂട്ട് ഗേൾ ലുക്ക്. യു ലുക്ക് ലൈക്ക് സിന്ധു അമ്മ. ഇങ്ങനെ വെക്കുമ്പോ അമ്മ എപ്പോഴും ഇങ്ങനെ വെച്ചിട്ടാ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മ പറയണ ക്യൂട്ട്. ലൈവ് മടുത്ത് പോവാൻ ബാഗ് എടുക്ക പെട്ടി എടുക്കും പോവാം. എനി പ്ലാൻസ് സ്റ്റഡി അബ്രോഡ്? അതൊക്കെ നമുക്ക് പണ്ടേ ഉള്ള പ്ലാൻ അല്ലേ നന്നു. ഞാൻ ഇപ്പൊ അബ്രോഡിലാണ് പഠിക്കുന്നത്. അബ്രോഡിലെ മാർവാനീസിലാണ് പഠിക്കുന്നത്. അതൊന്നുമില്ല ആക്ച്വലി. അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ എം നോട്ട് റെഡി ഇപ്പൊ അബ്രോഡൊക്കെ പഠിക്കാൻ. I don't know. Right now I don't want to, but ഇനി എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല. രുചി ലുക്ക് പോവല്ലേ. വാട്ട് ഇസ് യുവർ ഏജ്? ഞാൻ പറഞ്ഞു എന്റെ ബയോയിലോട്ട് പോയി നോക്കും. പോയിക്കോ ബൈ ബൈ എന്ന്. ഈ അക്കൗണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോവാൻ. അല്ല ജിമിൻ. നന്നുടെ എല്ലാരും ഇഷ്ടം. OT7 നന്നു മിന്നൽ വല പാട്ടിടാതെ ഈട് നമുക്കത് കേൾക്കാം. നമുക്കത് സ്പീക്കർ ഇല്ലല്ലേ? സ്പീക്കറില്ല. നിങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടമാണ്. സച്ച് എ നൈസ് സോങ്. നമ്മുടെ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ നല്ല പാട്ടൊക്കെ ഇറങ്ങും. എന്നുവെച്ചാൽ കണ്ടിന്യൂ ഫോക്കസ് ഓൺ എക്സാം. ആ പാട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ചായ കുടിച്ചില്ല. ബാക്ക്ഗ്രൗണ്ട് ഒരു കടയിൽ ഇരിക്കുന്ന പോലെ സ്പീക്കറാണ്. ടിവിയുടെ സ്പീക്കർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് സ്പീക്കർ അല്ലേന്ന്. ലീസ ഇസ്മയിലേക്ക വീട്ടില് മ്യൂസിക് എൻജോയ് ചെയ്യുക. പാട്ട്
Where's my husband? മതിയാ. Oh, you are classmate. ഓസിയുടെ വീട്ടിലല്ല, ഐ അറ്റ് നന്നൂസ് ഹൗസ്. എല്ലാരും അറിയിച്ചു, നന്നുടെ വീട്ടിലാണ് ഞാൻ, നന്നുടെ വീട്ടിലാണ് ഞാൻ, നന്നുടെ വീട്ടിലാണ്. When will be your next vlog? Actually എനിക്ക് ഇതിന്റെ ഇടയിൽ വ്ളോഗ് ഇടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ബിക്കോസ് എക്സാംസ് കെയിം. സോ ജൂൺ ആയപ്പോ തന്നെ എക്സാം ആയി. സോ നന്നു ആരാന്ന് ഞാൻ അങ്ങ് നീങ്ങിത്തരാം. ഇനി നന്നു അങ്ങ് ബാക്കി വ്ളോഗ് ഇട്ടാൽ മതി. പക്ഷെ നന്നുടെ വീടിന് ഒരു ഫോറിൻ വീടിന്റെ ടച്ച്. ആ ഫ്ലോർ നോക്കിയേ. That part of the song is next. Even the second part is also very nice. എല്ലാരും അയ്യോ ലൈൻ കട്ട്. അതിന് വെച്ചാൽ പാടാൻ നോക്കാം എനിക്കെന്റെ കൂടെ. എല്ലാരും പോകുന്നു. ഞാനില്ല നീയില്ല നമ്മളൊന്ന്. അതാണ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ണുപിടിക്കുന്നു. Please sing this song. പാട്ട് പാടാനും അറിയാം ഞാൻ. അല്ലാതെ ബാക്കില് അല്ല പറ്റുന്ന അല്ല നമ്മൾ ഒരുമിച്ച് പാടണം തന്നെ. ചിഞ്ചാന്റെ ഡയലോഗിനെ പറ്റി ഞാൻ തിരികെ രണ്ട് ലൈൻ പാടാതിരിക്കുവായിരുന്നു. അതിനിപ്പോ എന്താ, ഇൻസ്റ്റയിലല്ലേ, ഇൻസ്റ്റയില് കോപ്പിറൈറ്റ് കിട്ടോട്ടെ, കുഴപ്പമില്ല. തീരത്തെ ഓളങ്ങൾ അതിപ്പോ എന്തായിന്നൊന്നും എനിക്കറിയില്ല. കൊറേ കളറാണ് ഗൈസ്. ഞാൻ ആക്ച്വലി എന്തൊക്കെയോ ചെയ്തു. പക്ഷെ ഇപ്പൊ ഇറ്റ്സ് ഫൈനലി ഇൻ എ ഗുഡ് കളർ. എനിക്ക് ഇഷ്ടമായി ഇപ്പത്തെ കളർ. ഇറ്റ്സ് ലൈക്ക് ഒരു ബ്രോൺസ് ഷെയ്ഡ് പോലെ. ഓ ശരി, ഞാൻ മറന്നു എന്തിനൊക്കെ പാടാൻ അറിയാമെന്ന്. ലീസയുടെ സോങ് പാടി ഓർമ്മ. പാട്ട് ഈ ഷോയോ ഇയറിംഗ്സ് അല്ല, ഇയറിംഗ്സ് ആക്കോ. എനിക്ക് ഉള്ള ഇയറിംഗ്സ് ഇത്. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ആൻഡ് ഐ നീഡ് ടു വെയർ. മൾട്ടി ടാലന്റഡ് ആണ് ഗേൾസ്. നാണം വരുന്നുണ്ടോ എന്നും. Hansu and Nanu looking so pretty. Nanu is so pretty. നമ്മൾ ഷൈ ടീംസ് ആണ്. എന്തെങ്കിലുമൊക്കെ പറയാൻ നമ്മൾ ഐ മീൻ ഇറ്റ്സ് ഓക്കെ ടു ബി ഷൈ അബൌട്ട് സംതിങ്. ഷൈ ആണ്, പക്ഷെ എല്ലാത്തിനും ഷൈ അല്ല. ലിപ്സ്റ്റിക് ഷെയ്ഡ് അത് ഞാൻ എനിക്ക് സ്റ്റോറി അങ്ങ് ഇടാം. കുറെ പേര് ചോദിച്ചു ബിക്കോസ് ഇതിൽ ചിലപ്പോൾ ക്ലിയർ അല്ലായിരിക്കും. ബ്രോ ദാറ്റ് ലാസ്റ്റ് സോങ് I forgot the lyrics. Do you remember the song? My money don't zero. It falls bigger. Oh, it takes us back to 2022. ഹോം ടൗൺ ഇവിടെ അടുത്ത്. നന്നു please. ഓക്കെ ശരി ഡൺ എന്നെ കൊന്നു.
ഓക്കെ മാറി വാനിസിനെ You are so pretty and I'm jealous of that. Oh. പക്ഷേ പക്ഷെ ഇന്ന് ഈ ഫ്രണ്ട് ക്യാമിൽ എനിക്ക് എന്നെ കാണാൻ കുറച്ച് ഇഷ്ടപ്പെട്ടു. ഐ മീൻ പ്ലീസ് ടെൽ മീ അബൌട്ട് മാറി വാനിസ്. അങ്ങനെയൊന്നുമില്ല, ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ എവ്രി വൺ. കുറെ പേർക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ കോളേജ്, ഇറ്റ്സ് അബൌട്ട് ദ ഫ്രണ്ട്സ് വി മേക്ക് ഇൻ ദാറ്റ് സ്പേസ്. ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ദ കോളേജ് ലൈഫ് ഇസ് ഗ്രേറ്റ്. എനിക്ക് it is good maybe ഒരു മാസം, then the next month it just turns very, and right now if I think about my college I'm just very disappointed. Yeah, I'm not very happy about it. It can change, but എനിക്കറിയത്തില്ല. I only got little more time in college, so actually I'm going. നമുക്ക് പോവാം. Nannu, I am very glad 2241 people joined my life. Thank you very much. ആദ്യം 3000 ഉണ്ടായിരുന്നു തോന്നിയ. എന്നാലും that's it guys. നമുക്ക് പോകാം, നമുക്ക് ചായ കുടിക്കണ്ടേ? അൻസു 2 സ്റ്റെപ്പ് ചെയ്യാൻ സ്റ്റെപ്പ് ആയോ? ഞാൻ എന്റെ ആൾ ചോദിക്കാതെ റീൽ വിത്ത് മിന്നൽ എന്നുള്ള സോങ് ഐ വുഡ് ലവ് ടു. എന്റെ only problem is എനിക്ക് എക്സാം വന്നപ്പോ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നുന്നില്ല. ഐ വുഡ് ലവ് ടു ഡു ഇറ്റ്. ആരാ നന്നു? നമുക്ക് പോവല്ലേ നന്നു? ഓക്കെ ഗൈസ്, ബൈ, സൈനിങ് ഓഫ്. ചൂടെടുക്കുന്നു, നമുക്ക് പോവാം. വെയിലത്ത് കുറെ നേരം ഇരുന്നോ, ലെറ്റ്സ് ഗുഡ്. നമുക്ക് കുറച്ച് വെയിൽ കൊണ്ടതൊക്കെ നല്ലതാണ്. ഓക്കെ ഗൈസ്, ബൈ, see you guys later. എനിക്കറിയത്തില്ല ആ ക്വസ്റ്റ്യന്റെ ഉത്തരം, എനിക്കും അറിയത്തില്ല. ബൈ, എല്ലാരും ബൈ പറയാം. ഓക്കെ ബൈ. നന്നു ബൈ പറ. ബൈ ബൈ. എന്റെ മറ്റേ ഫോണല്ലേ ബൈ പറയണേ. താഴെ പോയി ചായ കുടിക്കാൻ നമുക്ക്. ബൈ ജിഷ. ഓ ജിഷ ബൈ. ബൈ ബൈ. രണ്ട് വാ, ബൈ വാ, ബൈ ബൈ. ജെന്നി സോങ് പാടൂന്ന്, അത് അഫ്സൽ ഏതാടാ ഇത് പുതിയത്? എങ്ങനെ തുടങ്ങുന്നേ? ഓ സോൾ സിറ്റി ആയിരിക്കും ഉദ്ദേശിച്ചത്. അതായിരിക്കും. പക്ഷെ അത് സംഗിട്ട് ഇംഗ്ലീഷൊക്കെ ഇതാരല്ല എന്നെ തകർത്ത് കിടന്ന് വിളിക്കണേ. ഓക്കെ, അപ്പൊ ഇനി അന്ന് വിഷമമായിട്ട് പാടിയല്ലോ. വിഷയമായിട്ട് പാടി. വിഷയമായിട്ട് പാടിയല്ലോ. ഏത് പാട്ടാണ് എന്തോ, ഞാൻ എന്തായാലും നോക്കട്ടെ. അയ്യോ, ലൈഫിൽ ഞാൻ അങ്ങനത്തെ ആരും പറയാൻ കേട്ടിട്ടില്ല. ജെന്നി ലാസ്റ്റ് സോങ് ലൈക്ക് ജെന്നി തന്നെ. I never sang that song. ആ പാട്ട് പാടാൻ വരെ ബുദ്ധിമുട്ടാ. അത് ഞാൻ എങ്ങനെ പാടി? നന്നുല്ലേ, മിന്നൽ വല സോങ് ഒത്തിരി ഇഷ്ടായി. നഴ്സറി റൈം എങ്കിലും പാട്. ഓ മറന്നുപോയി. അടിക്കാൻ പോയപ്പോ റഹീനൊക്കെ ഉണ്ടായിരുന്നു. എടാ നിനക്ക് തെറ്റ് പറ്റിയവ, എനിക്കറിയില്ല നീ ആരാന്ന് എനിക്കറിയത്തില്ല. നീ പോ. നന്നായി പാടി. ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ലേ. ഞാൻ വാട്ട് ഈസ് ഹോബി? ഹോബി ഡാൻസിങ്. ചായ കുടിക്കാൻ പോകുന്നു. ഓക്കെ ഗൈസ്, ചായ കുടിക്കാൻ പോകുന്നു. ഓക്കെ ഗൈസ്, ബൈ 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 ബൈ. ഓക്കെ ബൈ. ഇങ്ങനെയാ എനിക്ക് ചെയ്യണേ സാധനം.
ഇവിടെ ലൈവ് എങ്ങനെ എണ്ണീന്ന് ഓക്കെ ഓക്കെ ബൈ സ്പീച്ച് എടുക്കാം വാ Bye 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 bye.